ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം നിരസിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ക്ലെയിമിൽ കട്ട് വരാതിരിക്കാൻ, ഒത്തിരി കട്ട് വരാതിരിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിന് ഇൻഷുറൻസ് ഉള്ളവരായിക്കോട്ടെ, ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരായിക്കോട്ടെ, കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവിധ ഇൻഷുറൻസ് കമ്പനികൾക്കും അവരുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾക്കും അറിഞ്ഞിരിക്കണം. ഒരു പോളിസി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏത് കമ്പനിയുടെയാണോ എടുക്കുന്നത് അതിനകത്ത് ക്ലെയിം പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുത്ത തരാതിരിക്കാൻ കമ്പനികൾ ശ്രമിക്കും എന്നാണ് പറയുന്നത്. തരാതിരിക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നതല്ല, നമ്മളാണ് അതിനകത്ത് 75%, 90% വരെ ഉത്തരവാദികള് പോളിസി ഹോൾഡേഴ്സ് തന്നെയാണ്. അതിന് കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വരുമാനം ഉണ്ടായി തുടങ്ങുന്ന വഴിക്ക്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഏത് സമയത്ത് വരുമാനം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രായമായവർക്കും ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് അനുയോജ്യമായ, നമ്മുടെ വരുമാനത്തിന് അനുയോജ്യമായ ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ആദ്യം തന്നെ ചികിത്സിക്കാൻ പോകണേ, നിങ്ങൾക്കൊരു അസുഖം വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സാധാ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ സാധാ ഒരു പോളിസി മതി. ഹൈടെക് ഹോസ്പിറ്റലുകൾ, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഇത്തിരി പേര് കേട്ട ഹോസ്പിറ്റലുകളിലൊക്കെയാണ് നിങ്ങൾ ചികിത്സിക്കാൻ പോണതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലെയിമിന് നിരസിക്കൽ കൂടുതൽ വരും, കട്ടിങ് കൂടുതൽ വരും. അത് എങ്ങനെയാണ് എന്താണെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, ഒരു വ്യക്തിയോട് നമ്മളൊരു പോളിസി പറയുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഏറ്റവും ചെറുതേതാ, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് പ്രീമിയം ഉള്ള പോളിസി, അത് പറയാനാ പറയുന്നത്. അപ്പൊ നമ്മള് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിത് പറയുന്ന വെച്ചാൽ വന്നില്ലെങ്കിൽ പൈസ പോകൂലോ, അതാണ് ആദ്യം തന്നെ ചിന്ത. ഒരാളുടെ കുടുംബത്തില് ഇപ്പൊ ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികള്, ഇത് ഒരു കുടുംബത്തിലുള്ളതാ. ഇനിയിപ്പോ ഒരാൾക്ക് തന്നെയാണെങ്കിലും ജീവിതകാലം മുഴുവൻ അയാൾക്ക് ഒരു ചികിത്സാ ചെലവും ആ കുടുംബത്തിനോ അയാൾക്കോ വരാതെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ എല്ലാവരും ഭാഗ്യവാന്മാരാ. പക്ഷെ ആഫ്റ്റർ കോവിഡിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അസുഖങ്ങളാണ്. അത് പല വിധത്തിലും നല്ല ചികിത്സാ ചെലവ് വരുന്ന അസുഖങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേനും ഏറ്റവും നല്ല, ഇപ്പൊ സാധാ ഒരു പോളിസി എടുത്തു വെച്ചിരിക്കുന്ന ഒരാള് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ലക്ഷം, ഉദാഹരണത്തിന് ഒരു 3 ലക്ഷത്തിന്റെ സമ്മർഷോടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുത്തെങ്കിൽ അതിന്റെ റൂം റെന്റിന്, ചില പോളിസികൾക്ക് റൂം റെന്റിന് പരിധി ഇല്ലാത്തതുകൊണ്ട് ചില പോളിസിക്ക് 1% റൂം റെന്റ് കിട്ടുള്ളൂ. അതായത് ഒരു പോളിസി സമ്മർഷേഡിന്റെ 1% മാത്രം. അപ്പൊ ഒരു 3 ലക്ഷം സമ്മർഷേഡ് ഉള്ള ഒരു പോളിസിയുടെ റൂം റെന്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് ചാർജും കൂടി ഒരു ദിവസം 3000 രൂപയെ വരാവുള്ളൂ. അപ്പൊ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങൾ റൂം എടുക്കാൻ ചെല്ലുമ്പോൾ 3000 രൂപയ്ക്ക് ഒരു റൂം ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു റൂം എടുത്ത് കുറെ പൈസ കയ്യിൽ നിന്ന് അടച്ചാൽ പോലും അതിനനുസരിച്ച് ബാക്കിയുള്ള ക്ലെയിമുകളിലും ഡിഡക്ഷൻ വരും. പിന്നെ നിങ്ങളൊരു പോളിസി എടുക്കാൻ ശ്രമിക്കുന്ന ആള് അയാൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ എന്നായിരിക്കും. ആരെങ്കിലും നിങ്ങൾ ഇതേപ്പറ്റി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് ഒരു ക്ലെയിം ഒക്കെ വന്നു കഴിയുമ്പോൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും മനസ്സിൽ ചിന്തിക്കും കുറച്ച് കഴിയട്ടെ എന്ന്. അങ്ങനെ ചിന്തിച്ച് ഒരു അസുഖത്തിന്റെ ലക്ഷണം വന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓടി വരും പോളിസി എടുക്കാൻ. അന്നേരം ഏജന്റ് ചോദിക്കും അല്ലെങ്കിൽ കമ്പനി ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പോളിസി എടുക്കും. അപ്പൊ അവരുടെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതെങ്ങനെ ഒരു അസുഖത്തിന്റെ ലക്ഷണം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരെങ്ങനെ അറിയും? മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ആവശ്യപ്പെടാത്ത നിരവധി കമ്പനികളുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യപ്പെടും. അല്ലാത്തോടത്തിലാണെങ്കിൽ ചെറുപ്പപ്രായത്തിലാണെങ്കിൽ പോലും ചിലർക്ക് അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് കാണിക്കണം എന്ന് പറഞ്ഞാൽ പോലും പലരും കാണിക്കാതിരിക്കും. അപ്പൊ എനിക്ക് 2 വർഷം കഴിഞ്ഞാൽ കിട്ടൂലേ, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ കിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉള്ളവര് ഈ പോളിസി ജോയിൻ ചെയ്തിട്ട് ഇവർക്ക് 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. കുറെ അസുഖങ്ങൾക്ക് നമുക്ക് 2 വർഷം കഴിഞ്ഞ് കിട്ടണത്, 3 വർഷം കഴിഞ്ഞ് കിട്ടണത്. IRDA ഓരോ പ്രാവശ്യവും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ നിയമങ്ങൾ മാറ്റുന്നുണ്ട്. അതൊക്കെ കസ്റ്റമറിന് ഫേവറേറ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് വരുന്നത്. എങ്കിൽ പോലും പറയുന്ന സമയപരിധിക്ക് മുമ്പ് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനകത്ത് ക്ലെയിം നിരസിക്കുന്നതിന്റെ കാരണങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉള്ളതാണ്, അല്ലെങ്കിൽ നേരത്തെ
അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദി. കാരണം ഡോക്ടർ ചോദിക്കും ഈ അസുഖത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഇത് ഒരു 2 വർഷമായി അല്ലെങ്കിൽ ഒരു 2.5 വർഷമായി എനിക്കിത് കണ്ടു തുടങ്ങിയിട്ട് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടെന്ന് പറയുമ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അത് ഇൻഷുറൻസ് കമ്പനി എങ്ങനെയാ അറിയുന്നതെന്ന്. അത് ഡോക്ടർ എഴുതും, അത് പേഷ്യന്റ് ഹിസ്റ്ററി ആയിട്ട് വരും. ആ ഹിസ്റ്ററി വായിച്ച് നോക്കി കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഡോക്ടർ പറയും ഇയാൾക്ക് ഇത് മുമ്പുണ്ടായിരുന്ന അസുഖമെന്നും പറഞ്ഞ് ക്ലെയിം നിരസിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നവര് നേരത്തെ എടുക്കുക, ഏറ്റവും വേഗം പൈസ എടുക്കുക, പോളിസി എടുക്കുക. അത് കഴിഞ്ഞ് ചെറിയ സമ്മർഷേഡാണ് അന്ന് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാവുമ്പോൾ തന്നെ ക്ലെയിം വരുന്നതിന് മുമ്പ്, ചെറിയ ക്ലെയിം ഒന്നും വന്നെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നിരന്തരം ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരസുഖം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പോളിസി സമ്മർഷേഡ് കൂട്ടിയെടുക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ ചികിത്സാ ചെലവ് ലഭിക്കുകയുള്ളൂ. പിന്നെ കട്ടിങ് എന്ന് പറയുമ്പം ചില അസുഖങ്ങൾക്ക് ഓരോ പരിധി വെച്ചിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലിനും അല്ലെങ്കിൽ ഒരു അസുഖത്തിന് ഇത്രേ കൊടുക്കുകയുള്ളൂ എന്ന് എടുക്കുന്ന സമ്മർഷേഡിനനുസരിച്ചിട്ട് പരിധിയുണ്ട്. അപ്പൊ അതില് പരിധി കൂട്ടണമെങ്കിൽ ഇനി അപ്പടിയും കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മളൊരു വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ആഡ് ഓൺ കവറൊക്കെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഓരോന്നിനും ആഡ് ഓൺ കവറായിട്ട് നമുക്ക് കവറേജ് പ്രീമിയം എക്സ്ട്രാ അടച്ചുകൊണ്ട് നമുക്ക് ആഡ് ഓൺ കവർ വേണമെങ്കിൽ ചെയ്താൽ അതിനൊന്നും പരിധിയില്ലാതെ, അതായത് സമ്മർഷേഡിന്റെ അത്രയും തന്നെ പൈസ മേടിക്കാവുന്ന പോളിസികളും ഒക്കെയാണ് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിനും ഉള്ളത്. ഇത് ഒരു സാധാ ഒരു പോളിസിയുടെ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലെയിം നിരസിക്കാതെ കിട്ടാനുള്ള മാർഗങ്ങൾ ഏത് കമ്പനിയുടെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം അറിവിന് വേണ്ടിയിട്ട് ഒന്ന് നെറ്റിൽ കയറി, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്, നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കുക. ഒരു ഏജന്റ് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ നേരത്തെ അവരുടെ മാത്രം ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല നിങ്ങളോട് എടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നത്. ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ പോളിസി എടുത്താൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. 99 47 45 96 64. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായും ലൈഫ് ഇൻഷുറൻസ് സംബന്ധമായും വാഹന സംബന്ധമായുമുള്ള സംശയങ്ങൾക്ക് മറുപടി തരുന്നതിന് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.